രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം. ഈ പാഠത്തിൻ്റെ പേരെന്താണ്? ജിസ്മി. പാഠത്തിൻ്റെ പേരെന്താണ്? ജിസ്മി, എൻ്റെ ശരീരം. ജിസ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം. ഇതൊരു കവിതയാണ്. നമുക്കിതൊന്ന് ചൊല്ലി നോക്കിയാലോ? നിങ്ങൾ കൂടെ ചൊല്ലുക. ഓക്കെ. ഉനല്ലിഫു ദാഇമൻ ജിസ്മി ലിഅഹ്മിയഹു മിനസ്സഖമി ഉനല്ലിഫു അയ്യുനി ദൗമൻ മിനൽ അംറാളി കൈ തുഹ്മാ ഉനല്ലിഫു കുല്ല അസ്നാനി ബിഫുർശാത്തിൻ വമഅജൂനി ഉനല്ലിഫുഹാ സബാഹ മസാ ഫതബ്ഖാ ദാഇമൻ ബൈളാ. ഇതാണ് നമ്മുടെ പാട്ട്. ഇത് നിങ്ങൾ നല്ല ഈണത്തിൽ ചൊല്ലിപ്പഠിക്കുക. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? ജിസ്മി എന്നാണ് കവിതയുടെ പേര്. എൻ്റെ ശരീരം, അല്ലേ? നമ്മൾ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഉനല്ലിഫു ദാഇമൻ ജിസ്മി, ഞാൻ എന്നും എൻ്റെ ശരീരം വൃത്തിയാക്കും. ലി അഹ്മിയഹു മിനസ്സഖമി, രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ, നമുക്ക് രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ശരീരം എന്നും വൃത്തിയാക്കണം. ശരീരം എങ്ങനെയാണ് വൃത്തിയാക്കുക? കുളിച്ചുകൊണ്ട്, അല്ലേ? രാവിലെയും കുളിക്കണം, വൈകുന്നേരവും കുളിക്കണം. അങ്ങനെ എല്ലാ ദിവസവും 2 നേരം കുളിച്ചാൽ നമ്മുടെ ശരീരം നല്ല വൃത്തിയായി ഇരിക്കും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരികയുമില്ല. ഓക്കെ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഉനല്ലിഫു അയ്യുനി ദൗമൻ, ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുകൾ വൃത്തിയാക്കും. മിനൽ അംറാളി കൈ തുഹ്മാ, രോഗങ്ങൾ വരാതെ കണ്ണ് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി. കണ്ണിന് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ കണ്ണ് വൃത്തിയാക്കണം, കണ്ണും കഴുകണം. ഉനല്ലിഫു കുല്ല അസ്നാനി ബിഫുർശാത്തിൻ വമഅജൂനി, ബ്രഷും പേസ്റ്റും കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പല്ലുകളും വൃത്തിയാക്കും. പല്ല് തേക്കാറില്ലേ? എത്ര നേരം പല്ല് തേക്കണം? ഒരു ദിവസം 2 നേരം, രാവിലെയും രാത്രിയും, അല്ലേ? അങ്ങനെ എന്നും പല്ല് തേച്ചാൽ പല്ല് കേടാകാതെ സൂക്ഷിക്കാം. ഉനല്ലിഫുഹാ സബാഹ മസാ ഫതബ്ഖാ ദാഇമൻ ബൈളാ, എന്നും രാവിലെയും വൈകുന്നേരവും ഞാൻ പല്ല് വൃത്തിയാക്കും. അതുകൊണ്ടത് എപ്പോഴും വെളുത്തിരിക്കും. നമ്മുടെ ഈ പാട്ട് പാടുന്ന കുട്ടികളാണിത്. എവിടെ നിന്നാണ് ഇവർ പാട്ട് പാടിയത്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, എല്ലാവരും പൂന്തോട്ടത്തിൽ എത്തിച്ചേരുക, പൂന്തോട്ടത്തിൽ ക്ലാസ് ഉണ്ട് എന്നൊക്കെ, അല്ലേ? അങ്ങനെ പൂന്തോട്ടത്തിൽ ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുട്ടികൾ കൂടി ചേർന്നുകൊണ്ട് പാടിയ പാട്ടാണ് ഇത്. ഇനി നുറാജി ഉൻ നശീദത, ഈ പാട്ട് നമുക്ക് ഒരിക്കൽ കൂടെ പാടി നോക്കാം. വനഖ്താറു കലിമാത്തിൻ ഫീഹ നൂന്, നൂനുള്ള വാക്കുകൾ കണ്ടെത്താം. ഈ കവിതയിൽ നൂന് എന്ന അക്ഷരമുള്ള വാക്കുകൾ കണ്ടെത്താം. ഏതൊക്കെ വാക്കുകളിലാണ് നൂനുള്ളത്? ഉനല്ലിഫു, അതിൽ നൂനില്ലേ? ന, ഉനല്ലിഫുന്റെ ന ഉണ്ട്, അല്ലേ? അപ്പൊ നൂന് ഇതിലുണ്ട്. പിന്നെയോ മിന, മിന എന്ന വാക്കിലും നൂനുണ്ട്. പിന്നെ ഉനല്ലിഫുണ്ട്. അയുൻ, അയുനി എന്നതിലുള്ള നീ, അല്ലേ? അത് നൂനാണ്. പിന്നെയും മിന വന്നു. അസ്നാൻ, അസ്നാൻ എന്ന വാക്കിലും നൂനുണ്ട്. മഅജൂൻ, മഅജൂനിന്റെ അവസാനത്തെ അക്ഷരം നൂനാണ്. ഇത്രയും വാക്കുകളിലാണ് നൂന് ഉള്ളത്. അതുകൊണ്ട് ആ നൂനുള്ള വാക്കുകൾ നമ്മൾ ഇവിടെ എഴുതുക. ഏതൊക്കെയാണ് എഴുതേണ്ടത്? ഉനല്ലിഫു, മിൻ, അസ്നാൻ, മഅജൂൻ, അയൻ, അതും കൂടെ ഉണ്ടല്ലേ? അയനും കൂടെ എഴുതുക. പിന്നെ നഖറൗ, നമുക്ക് വായിക്കാം. ഈ വാക്കുകൾ വായിച്ചു നോക്കൂ. നസ്റുൻ, ഇനബുൻ, സമനുൻ, റുമാനുൻ, നൂന്, അല്ലേ? നൂനിന് നിറം കൊടുക്കാം. ഇവിടെ നമിറുൻ, ഇത് കൂട്ടി എഴുതണം. നമിറുൻ. ഗനമുൻ, കൂട്ടി എഴുതിയപ്പോൾ ഗനമുൻ. മൻസിലുൻ, മൻസിലുൻ. ഉദുനുൻ, ഉദുനുൻ. ഇങ്ങനെ കൂട്ടി എഴുതി പഠിക്കുക. ഇനി ഒരു പാട്ട് കൂടെ ഇവിടെ ഉണ്ട്. നലാഫത്തുൽ ഇൻസാനി അലാമത്തുൽ ഇഹ്സാനി
لأنها تحميه من كل ما يؤذيه فالوجه واليدان والرأس والرجلان نغسل كل يوم قبل وبعد النوم. നല്ല പാട്ടാണല്ലേ. നലാഫത്തുൽ ഇൻസാനി, മനുഷ്യന്റെ വൃത്തി, അലാമത്തുൽ ഇഹ്സാനി, നന്മയുടെ അടയാളമാണ്. വൃത്തിയുള്ള ആളുകൾ നല്ലവരായിരിക്കും. ലിഅന്നഹ തഹ്മീഹി, കാരണം ആ വൃത്തി അവനെ സംരക്ഷിക്കുന്നു. മിൻ കുല്ലി മാ യുഅ്ദീഹി, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. വൃത്തിയിൽ നടന്നാൽ രോഗങ്ങളൊന്നും വരില്ല. ഫൽ വജ്ഹു വല്യദാനി വറഅസു വരിജ്ലാനി, മുഖവും 2 കൈകളും തലയും കാലുകളും എല്ലാം നഗ്സിലു കുല്ല യൗമിൻ, നമ്മൾ എല്ലാ ദിവസവും കഴുകണം. ഖബ്ല വബഅദൻ നൗമി, ഉറക്കത്തിന്റെ മുമ്പും ഉറക്കത്തിന്റെ ശേഷവും. ഉറങ്ങി എഴുന്നേറ്റാലും ഉറങ്ങുന്നതിന് മുമ്പും തലയും മുഖവും കാലുകളും കൈകളുമെല്ലാം കഴുകണം. ഓക്കെ. അസ്സിഹ്ഹത്തു അമലുൻ, ആരോഗ്യം പ്രതീക്ഷയാണ്. വൻ നലാഫത്തു അമലുൻ, വൃത്തി പ്രവൃത്തിയാണ്. വൃത്തി നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ കുളിക്കുകയും കഴുകുകയും ഒക്കെ ചെയ്തുകൊണ്ട് വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കിയാൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ആരോഗ്യം പ്രതീക്ഷിക്കാം. വൃത്തിയാക്കിയാൽ നമുക്ക് ആരോഗ്യമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. മആനിയൽ മുഫ്രദാത്ത്, നമ്മുടെ ഈ പാഠത്തിൽ ഈ യൂണിറ്റിൽ വന്ന വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതോടെ 2ാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠവും കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 3ാമത്തെ യൂണിറ്റ് പഠിക്കാം.